ഇന്നലെ ഈ സംഭവങ്ങളുണ്ടായ അതേ സമയത്ത് തന്നെയാണ് പ്രകോപനം പാകിസ്ഥാൻ തുടർന്നിരിക്കുന്നത്. ജമ്മുവിൽ ബ്ലാക്ക് ഔട്ടാണ്. ഇപ്പോൾ അവിടേക്ക് ഡ്രോൺ വിക്ഷേപിക്കുകയാണ് പാകിസ്ഥാൻ. പാക് ഡ്രോണുകൾ തകർക്കുകയും നിർവീര്യമാക്കുകയും ചെയ്തിട്ടുണ്ട്. പ്രകോപനം തുടരുകയാണ് എന്നതിലേക്ക് അവർ ഇന്നും പോയി എന്ന് വേണം മനസ്സിലാക്കാൻ. ഇന്നലെ ഇതേ സമയത്തായിരുന്നു അത് തുടങ്ങിയത്. പക്ഷേ എനിക്ക് തോന്നുന്നു 500ഓളം ഡ്രോണുകളാണ് കഴിഞ്ഞ ദിവസം ഇന്നലെ അവർ വിക്ഷേപിച്ചത്. കുറേയൊക്കെ നിരീക്ഷണ ഡ്രോണുകളായിരുന്നു. പക്ഷേ 100-100 ഇന്ത്യ നിർവീര്യമാക്കുകയും ചെയ്തിട്ടുണ്ട്. അവിടെ നിന്നുള്ള ദൃശ്യങ്ങളാണോ ലിജോ നമ്മൾ കാണുന്നത്? എന്താണ് ഇപ്പോഴും ലഭിക്കുന്ന വിവരങ്ങൾ? ആദ്യം വന്ന ദൃശ്യങ്ങൾ തന്നെയാണ് നമ്മൾ ഇപ്പോഴും കാണുന്നത്. നമ്മൾ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ പൂർണ്ണമായ ഒരു ബ്ലാക്ക് ഔട്ടാണ് ആ മേഖലയിലുള്ളത്. അതുകൊണ്ട് തന്നെ ഡ്രോണുകൾ പറന്നു വരുന്ന ഡ്രോണുകളെ കാണുകയും അതിനെ ആകാശത്ത് വെച്ച് തന്നെ നിർവീര്യമാക്കുന്ന തരത്തിലാണ് ഇപ്പോൾ സൈന്യത്തിന്റെ ഭാഗത്തുനിന്നുള്ള പ്രത്യാക്രമണം ഉണ്ടാവുന്നത്. അത് പാകിസ്ഥാന്റെ ഇങ്ങോട്ടുള്ള പ്രകോപനത്തെ പൂർണ്ണമായും ആകാശത്ത് വെച്ച് തന്നെ മുനയൊടിക്കുന്ന തരത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. സാംബ സെക്ടറിലാണ് ഇത്തരത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടായതെന്നാണ് മനസ്സിലാക്കാൻ കഴിയും. നമുക്കിപ്പോൾ ലഭിക്കുന്ന വിവരം അനുസരിച്ച് ജമ്മുവിൽ വലിയ തോതിലുള്ള പൊട്ടിത്തെറി ഉണ്ടായിട്ടുണ്ട് എന്നുള്ള വാർത്തകൾ പുറത്തു വരുന്നുണ്ട്. അതോടൊപ്പം തന്നെ അവിടെ വലിയ ഫയറിംഗ് നടക്കുന്നു എന്നുള്ള വാർത്തകൾ ഇപ്പോൾ ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അങ്ങനെ പലയിടങ്ങളിലായി ഇപ്പോൾ വെടിവെപ്പ് വളരെ സജീവമായി വെടിവെപ്പ് നടക്കുന്നു. ശ്രീനഗറിൽ അപായ സിഗ്നൽ മുഴങ്ങിയിട്ടുണ്ട്. അപായ സൈറൻ ശ്രീനഗറിൽ മുഴക്കിയിരിക്കുന്നു എന്നുള്ളതാണ്. അതായത് ജമ്മു ആൻഡ് കാശ്മീർ കേന്ദ്രീകരിച്ച് പല അതിർത്തി മേഖലകളിലും വലിയ തോതിലുള്ള ഒരു സംഘർഷ സാധ്യതയിലേക്ക് പാകിസ്ഥാൻ ഇപ്പോൾ ഒരു പ്രകോപനം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. അത് വെടിവെപ്പായും അതോടൊപ്പം തന്നെ ഡ്രോൺ ആക്രമണം എന്ന നിലയിൽ അല്ലെങ്കിൽ അതിനുള്ള ശ്രമം എന്ന നിലക്ക് അവിടെ വലിയ തോതിലുള്ള ഒരു പ്രകോപനം ഇപ്പോൾ ഏതായാലും പാകിസ്ഥാന്റെ ഭാഗത്ത് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്നത്. ഒരു പൂർണ്ണമായും വെടിനിർത്തൽ കരാറൊക്കെ ലംഘിച്ചുകൊണ്ട് അതിർത്തി കടന്നുള്ള ഒരു ആക്രമണത്തിലേക്ക് പാകിസ്ഥാൻ കടക്കാൻ ശ്രമിക്കുന്നു. അതിനെ നിർവീര്യമാക്കുന്ന തരത്തിൽ ഇന്ത്യയുടെ പ്രതിരോധ സംവിധാനം വർക്ക് ചെയ്യുന്നു. അത്തരത്തിലാണ് ഇപ്പോൾ കാര്യങ്ങൾ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ വലിയ ശബ്ദത്തോടെ ശ്രീനഗറിൽ സൈറൺ മുഴങ്ങിയിരിക്കുന്നുവെന്ന് വാർത്തകൾ വരുന്നു. ജമ്മുവിൽ വലിയ തോതിലുള്ള പൊട്ടിത്തെറിയുടെ ശബ്ദം കേൾക്കുന്നു, വെടിവെപ്പ് ശബ്ദം കേൾക്കുന്നു എന്നുള്ള വാർത്തകൾ പുറത്തേക്ക് വരുന്നു. അതിനിടയിലാണ് സാംബ സെക്ടറിൽ ഇപ്പോൾ ഡ്രോൺ ആക്രമണം ഉണ്ടായിരിക്കുന്നു, അത് നിർവീര്യമാക്കിയിരിക്കുന്നു എന്നുള്ള വാർത്തകളും പുറത്തു വരുന്നത്. അതായത് ഈ രാത്രിയും സമാനമായ തരത്തിൽ പാകിസ്ഥാന്റെ ഭാഗത്തുനിന്ന് പ്രകോപനം ഉണ്ടാകുന്നു. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ നേരം ഇരുട്ടി കഴിഞ്ഞാൽ പാകിസ്ഥാന്റെ ഭാഗത്തുനിന്ന് പ്രകോപനം എന്ന നിലയിലേക്ക് 2ാം ദിവസവും കടക്കുന്നു എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ നമുക്ക് റിപ്പോർട്ട് ചെയ്യാൻ കഴിയുന്നത്. എല്ലാവരും വീട്ടിൽ തന്നെ തുടരണമെന്നും ജമ്മുവിലെയും പരിസര പ്രദേശങ്ങളിലുമുള്ള ആളുകൾ ദയവായി റോഡിൽ ഇറങ്ങരുത്, തെരുവിൽ നിന്ന് മാറി നിൽക്കണം എന്നും കുറച്ച് മണിക്കൂറുകൾ നിങ്ങൾക്ക് സുഖമായി താമസിക്കാൻ കഴിയുന്ന ഏറ്റവും അടുത്ത സ്ഥലത്ത് തന്നെ നിൽക്കുക, റോഡിലേക്ക് ഇറങ്ങാതിരിക്കുക, കിംവദന്തികൾ അവഗണിക്കുക, അടിസ്ഥാനരഹിതമോ ഒക്കെ ആയ കഥകൾ നിങ്ങൾ ആരും പ്രചരിപ്പിക്കാതിരിക്കുക എന്നാണ് ഒമർ അബ്ദുള്ള ഈ ഘട്ടത്തിൽ ട്വീറ്റ് ചെയ്തിരിക്കുന്നത്. പക്ഷേ ജമ്മുവിലും സാംബയിലും പത്താൻകോട്ടിലും പാക് ഡ്രോണുകൾ കണ്ടെത്തി എന്ന വിവരം നമ്മുടെ കയ്യിലുണ്ട്. ജമ്മു, സാംബ, പത്താൻകോട്ട് സെക്ടറുകളിൽ വീണ്ടും പാക് ഡ്രോണുകൾ. ഹരിയാനയിലെ അംബാലയിൽ ബ്ലാക്ക് ഔട്ട് മുൻകരുതൽ നടപടിയായിട്ടാണ് വൈദ്യുതി നിരോധനം ഏർപ്പെടുത്തിയത്. ജമ്മു കശ്മീരിലും ബ്ലാക്ക് ഔട്ടാണ്. ലിജോ ഇപ്പോൾ പറഞ്ഞു നിർത്തിയതുപോലെ ഇന്നലെ രാത്രി ഈ നേരത്ത് തന്നെയായിരുന്നു പാകിസ്ഥാൻ്റെ പ്രകോപനം. 500ഓളം ഡ്രോണുകളാണ് അവർ ഇന്ത്യയിലേക്ക്, നമ്മുടെ ഭാഗത്തേക്ക് വിക്ഷേപിച്ചത്. അതെല്ലാം തടയാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. ഇന്നും അതെല്ലാം തടയാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്, നിർവീര്യമാക്കിയിട്ടുണ്ട്. പക്ഷേ പ്രകോപനം പാകിസ്ഥാൻ തുടരുകയാണ് എന്ന് തന്നെ വേണം മനസ്സിലാക്കാൻ. തീർച്ചയായും അങ്ങനെ തന്നെ വേണം. നമുക്കിപ്പോൾ ലഭിക്കുന്ന അനുസരിച്ച് ഉറിയിൽ വലിയ തരത്തിലുള്ള ഷെല്ലാക്രമണം നടക്കുന്നു എന്നുള്ളതാണ്. അവിടെ തിരിച്ചും ആക്രമണമുണ്ട് എന്നുള്ള തരത്തിലേക്ക് കാര്യങ്ങൾ വരുന്നു. വലിയ തോതിൽ ഉറിയിൽ ഷെല്ലാക്രമണം നടക്കുന്നു എന്നുള്ള വാർത്തകൾ ഇപ്പോൾ പുറത്തു വരുന്നു. അതോടൊപ്പം തന്നെ ജമ്മുവിൽ വലിയ തോതിൽ വെടിവെപ്പ് നടക്കുന്നുണ്ട്, അവിടെ വലിയ പൊട്ടിത്തെറി ഉണ്ടാകുന്നു എന്നുള്ള വാർത്തകൾ ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. സമാനമായി തന്നെ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ സാംബ സെക്ടറിലാണ് ഡ്രോൺ ആക്രമണം ഉണ്ടായി, അല്ലെങ്കിൽ അതിനുള്ള ശ്രമം നടത്തുകയും അത് പൂർണ്ണമായും തകർത്തെറിയുകയും ചെയ്തു എന്നുള്ള വാർത്തകൾ പുറത്തു വരുന്നത്. ജയ്സാൽമീർ അടക്കം പല സ്ഥലങ്ങളിലും ഇപ്പോൾ ഒരു വലിയ തോതിൽ ഒരു ബ്ലാക്ക് ഔട്ട് അവസ്ഥയിലേക്ക്, ഒരു മുൻകരുതൽ എന്ന നിലയ്ക്ക് ബ്ലാക്ക് ഔട്ട് എന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു. അങ്ങനെ പലയിടങ്ങളിലും ഒരു ബ്ലാക്ക് ഔട്ടിന്റെ സാധ്യത മുൻകരുതൽ എന്ന നിലയ്ക്ക് ഇപ്പോൾ എടുത്തിട്ടുണ്ട്. അപ്പോഴാണ് ഈ പ്രകോപനം പലയിടങ്ങളിലായി വരുന്നത്. നമുക്കിപ്പോ നേരത്തെ കഴിഞ്ഞ ദിവസത്തിന് സമാനമായി തന്നെ ഒന്നിലധികം ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ ഒന്നിലധികം ഡ്രോൺ
ഡ്രോണുകൾ പറന്നു വരുന്ന ദൃശ്യങ്ങൾ നമുക്ക് കാണാൻ കഴിയുന്നൊരു സാഹചര്യം ആണ് ഇപ്പോൾ യഥാർത്ഥത്തിലുള്ളത്. ഏതായാലും ഇന്നലെക്ക് സമാനമായി തന്നെ പൂർണ്ണമായും ഒരു പാകിസ്ഥാന്റെ ഭാഗത്തു നിന്ന് ഒരു പ്രകോപനം എന്ന നിലയ്ക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഒരേ സമയം ഇന്ത്യ ഇപ്പോൾ ഡൽഹിയിൽ പ്രധാനമന്ത്രിയും അതോടൊപ്പം തന്നെ സംയുക്ത സൈനിക മേധാവികളും പ്രതിരോധ മന്ത്രി അടക്കം വലിയ യോഗം നടത്തിക്കൊണ്ടിരിക്കുന്നതിനിടയിലാണ് ഇപ്പോൾ പാകിസ്ഥാന്റെ ഭാഗത്ത് നിന്ന് അതിർത്തിയിൽ നിന്ന് വലിയ തോതിലുള്ള സംഘർഷം നിറഞ്ഞ ഒരു സാഹചര്യത്തിലേക്ക് അതിർത്തിയെ കൊണ്ടുചെന്നെത്തിക്കുന്ന തരത്തിലേക്ക് ഇപ്പോൾ പാകിസ്ഥാൻ മാറിയിരിക്കുന്നത്, പ്രകോപനം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഒമർ അബ്ദുള്ള ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് വലിയ സ്ഫോടനങ്ങൾ ഞാനിപ്പോൾ നിൽക്കുന്ന സ്ഥലത്ത് കേൾക്കാം എന്നാണ് സനീഷ്. അപ്പോൾ അവിടെ വലിയ സ്ഫോടനങ്ങൾ നടക്കത്തക്ക നിലയിലുള്ള ഒരു സാഹചര്യം സംജാതമായിരിക്കുന്നു. ഒരുപക്ഷെ ഡ്രോണുകൾക്ക് നേരെയുള്ള ആക്രമണമായി കൂടായികയില്ല, അങ്ങനെ കൂടി നമുക്ക് കരുതാം. കാരണം വലിയ കാഷ്വാലിറ്റി, അങ്ങനെ വലിയ കാഷ്വാലിറ്റി ഇനിയിപ്പം നമ്മൾ പറയുന്നത് പോലെയല്ല. ഇന്നിപ്പോൾ സൈന്യം കാര്യങ്ങൾ വിശദീകരിച്ചിട്ടുണ്ടെങ്കിലും എത്രത്തോളം ഉണ്ട് കഴിഞ്ഞ ദിവസത്തെ ആക്രമണങ്ങളിലൊക്കെ ഉണ്ടായിട്ടുള്ള കാഷ്വാലിറ്റി എന്നുള്ളത് ഇനി പുറത്തു വരാനിരിക്കുന്നതേ ഉള്ളൂ. കാരണം അതിനൊക്കെ കുറച്ച് സമയമെടുക്കും. ഇപ്പോൾ പാകിസ്ഥാനി ഡ്രോണുകൾ ജമ്മു, സാംബ, പത്താൻകോട്ട് സെക്ടറുകൾ കണ്ടു എന്ന് ഡിഫൻസ് സോഴ്സുകളെ ഉദ്ധരിച്ചിട്ടാണ് ANI വാർത്ത നൽകിയിട്ടുള്ളത്. അപ്പോൾ അത് ഗൗരവതരമായിട്ടാണ്. അത് ഈ പറയുന്നത് പോലെ നമ്മൾ ദൃശ്യങ്ങളിൽ തന്നെയും കാണാം. ഇന്നലത്തെ അതേ പ്രകോപന രീതിയിലേക്ക് പാകിസ്ഥാൻ ഇന്നും പോയിരിക്കുന്നു എന്നതാണ് അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അവർ നിർത്താൻ മാർഗമില്ല, അല്ലെങ്കിൽ നിർത്താൻ അവർ ഉദ്ദേശിക്കുന്നില്ല എന്ന സൂചന നൽകുകയാണ് എന്ന് വേണം മനസ്സിലാക്കാൻ. പക്ഷേ നല്ല ആത്മവിശ്വാസത്തോടെയാണ് നേരത്തെ വാർത്താ സമ്മേളനത്തിൽ നമ്മുടെ സേനാ സംവിധാനങ്ങൾ പറഞ്ഞത്. ഇത് 10-500 ഡ്രോൺ ഇങ്ങോട്ട് തൊടുത്തുവിട്ടിട്ടും അതിനെല്ലാം നിർവീര്യമാക്കാനും ആക്രമിച്ചിടാനുമൊക്കെ സാധിച്ചിരുന്നു. പക്ഷേ എങ്കിലും ഇന്നും വെളിച്ചമണഞ്ഞതോടെ, രാത്രിയായതോടെ ഇരുട്ടിൻ്റെ മറവിൽ വീണ്ടും ആക്രമണം നടത്തുക എന്ന നിലപാട് തന്നെ പാകിസ്ഥാൻ സ്വീകരിച്ചു. ഡീഎസ്കലേഷന് തയ്യാറല്ല എന്ന് പാകിസ്ഥാൻ ഈ ഘട്ടത്തിൽ പറഞ്ഞിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു തുടർച്ചയായി സംഭവിക്കുന്നു എന്ന് തന്നെ വേണം നമുക്ക് മനസ്സിലാക്കാൻ. ഇന്ത്യ പ്രകോപനം കാട്ടുന്നിടത്തോളം ഡീഎസ്കലേഷൻ ഉണ്ടാവില്ല എന്നവർ പറയുന്നുണ്ടെങ്കിൽ അവർ തൽക്കാലം ഇത് ഈ വെടിനിർത്താൻ ഉദ്ദേശിച്ചിട്ടില്ല എന്നുള്ളത് തന്നെയാണ് മനസ്സിലാക്കേണ്ടത്.